Indira illegal India. Indira illa India on Rajiv Gandhi assassinated. He bombed straight went to Rajiv Gandhi's face. ഇങ്ങനെയാണ് വീഴുന്നത് രാജീവ് ഗാന്ധി. നമസ്കാരം. നമ്മൾ ഒരുപാട് നെറ്റിയിട്ടുള്ള വാർത്തകൾ ആദ്യമായിട്ട് രാജ്യത്തോടായിട്ട് വിളിച്ചു പറഞ്ഞ മാധ്യമ പ്രവർത്തക സംഘത്തിലെ ഒരു അംഗം, ഒരു എഡ്യൂക്കേറ്റർ, മോട്ടിവേഷണൽ സ്പീക്കർ, PTI ഫോർമർ ജേർണലിസ്റ്റ്, നിലവിലൊരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ AG കണ്ണൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സാർ. വെൽക്കം സാറ്. ഒരുപാട് കാലമായിട്ട് ഒരു വലിയ കരിയർ പ്രിന്റ് മീഡിയയിൽ അനുവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ട് മുതൽ ഒരു പീക്ക് ലെവൽ, ഇപ്പോൾ അത് പ്രിന്റ് മീഡിയ അതിൻ്റെ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിന്റ് മീഡിയയുടെ ഒരു ഫാൾ ഡൗൺ ഈ വാർത്തകളുടെ ക്രെഡിബിലിറ്റിയെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. This question requires a detailed answer. അതിന് ചില കാരണങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ ഡിജിറ്റൽ ഏജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് കൂടി നമുക്ക് കാണണം. ദറ്റ് ഈസ് വാട്ട്. ഓക്കെ, ഫാസ്റ്റ് റാപ്പിഡ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് ആൻഡ് വി ഹാവ് സ്റ്റാർട്ടഡ് ലേണിംഗ് ടു ലിവ് വിത്ത് ദോസ് ചേഞ്ചസ്. അത് തന്നെയാണ് നമ്മളുടെ ജേർണലിസം ഫീൽഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിൻറ്റ് മീഡിയയുടെ പ്രാധാന്യം നിലനിൽക്കെ തന്നെ വി ഹാവ് ഡിഫറെൻറ്റ് അതർ ഫോംസ് ലൈക്ക് സോഷ്യൽ മീഡിയ, വി ഹാവ് ദി ഓൺലൈൻ സ്ട്രീംസ്, പോഡ്കാസ്റ്റ്, ഇവരുടെ ആധിപത്യമൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് മീഡിയ മാത്രം അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അത് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിനി പറ്റില്ല എന്ന് വേണം പറയാം. ഈ നമ്മുടെ സുപ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിട്ടുള്ള രാജീവ് ഗാന്ധി അസാസിനേഷൻ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ടീമിൽ സാറ് അംഗമായിരുന്നു. അന്ന് ഈ റിപ്പോർട്ടിങ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാർത്ത ആദ്യമായിട്ട് സാറ് ഇരിക്കുന്ന ചേംബറിലേക്ക് വരുന്ന സമയത്ത് അത് ഇന്നത്തെ സാഹചര്യമല്ല, സൗകര്യങ്ങളില്ല, ടെക്നോളജി അത്രത്തോളം ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഫോൺ കോളിലാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. പിന്നീട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ സാഹചര്യത്തിൽ വാർത്തകൾ വരുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഫാക്ട് ചെക്കോ ക്രോസ് ചെക്കിങ്ങോ ഒന്നും ഇല്ലാണ്ട് വാർത്തകൾ അപ്പം തന്നെ ആദ്യം ഞാനെന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ ഒന്ന് വിവരിക്കാൻ പറ്റുമോ? ഞാൻ ജയ്പൂർ PTIയിലിരുന്ന് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫറിൽ വന്നിട്ട് അധികം കഴിഞ്ഞില്ല, ഒരു 6 മാസം കഴിഞ്ഞ ഒരു സമയത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ദറ്റ് വാസ് ഇൻ 1991 ആൻഡ് ഐ വെരി പ്ലസൻ്റ്ലി റിമെമ്പർ ബിക്കോസ് ഒരു നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. ട്രാൻസ്മിഷൻ ആൻഡ് എഡിറ്റോറിയൽ ടുഗെദറാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങളുടെ എൻറ്റയർ ഡെസ്കിൽ സീനിയർ സബ് എഡിറ്ററായ അനന്തനാരായണൻ ഞങ്ങളൊക്കെ ആയിരുന്നു ഡ്യൂട്ടിയിൽ. അപ്പോൾ PTIയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ്, നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു, പിന്നെ PTIയിൽ രംഗരാജൻ പറയുന്ന അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ് ഈ രാജീവ് ഗാന്ധിൻ്റെ അന്നത്തെ വൈകുന്നേരം ഫംഗ്ഷൻ ശ്രീപെരുമ്പത്തൂരിൽ കവർ ചെയ്യാൻ പോയതായിരുന്നു. സോ ഇറ്റ് വാസ് അറൗണ്ട് 10 o'clock, 10:15 when this incident took place. And no one other than those people who were in the spot were aware of this. ചെന്നൈ പോലെ ഒരു മെട്രോയിലിരുന്ന് ഒരു 40 കിലോമീറ്റർ അങ്ങോട്ട് സബോബണിലുള്ള ഒരു സ്ഥലമാണ് ശ്രീപെരുമ്പത്തൂർ. ആ ന്യൂസ് ഇന്ന് പോലെ ടെക്നോളജി ആണെങ്കിൽ 10:21 തന്നെ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടാവും. പക്ഷേ ആ സംഭവം അടുത്ത ദിവസം പത്രം വഴിക്ക് അറിഞ്ഞവരാണ് 90% ആൾക്കാർ. 10% മാത്രമായിരുന്നു നിങ്ങളെ പോലെ എന്നെ പോലെ മീഡിയ വേൾഡിലുള്ളവർക്ക് മാത്രമായിരുന്നു അപ്പം അന്ന് രാത്രി ന്യൂസ് PTI വഴിക്ക് ഫസ്റ്റ് പുറത്തായതോടുകൂടി അറിയാൻ പറ്റിയത്. അപ്പം തന്നെ ഒരുപാട് സമയം കഴിഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ പിറകെ കൺഫർമേഷൻ ആണോ അങ്ങനെ തന്നെയാണോ അതിൻ്റെ പേരിൽ പിന്നെ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് മിഡ്നൈറ്റ് ആൻഡ് ബൈ ദ ടൈം ദ ഹോൾ വേൾഡ് കെയിം ടു നോ അബൌട്ട് ഇറ്റ്, ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഏർലി മോർണിംഗ്. സോ ദെർഫോർ ദെർ വാസ് നോ അൺറൂളി ഇൻസിഡൻസ്. അത് മെയിനായിട്ട് പറയണം. സാധാരണ ഇത്രയും വലിയ ഫ്യൂച്ചർ നെക്സ്റ്റ് അഗെയിൻ പിന്നെയും പ്രൈം മിനിസ്റ്റർ ആവേണ്ട ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്നു ആ ഇലക്ഷൻ കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ വയലൻസ് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ദർ വാസ് നോ ചാൻസ് ഫോർ ദാറ്റ് ബിക്കോസ് എവറിത്തിങ് ഹാപ്പൻഡ് ഇൻ ദ നൈറ്റ്, ലേറ്റ് നൈറ്റ്. ദാറ്റ് ഈസ് ആസ് ഫാർ as the law and order is concerned. As far as the news is concerned, it was a big way of understanding how to report a major incident. അതാണ് എനിക്ക് പറയാനുള്ളത്. സി യു കനോട്ട് ഈൽഡ് ടു യുവർ നെർവ്സ്. ടെൻഷനിൽ നമ്മൾ ഇതാവാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. ഫസ്റ്റ് ഗ്രേറ്റ്നെസ് ഓഫ് രംഗരാജ്
in coming out of the area, അവിടെ ഈ സംഭവം ഉണ്ടായ അപ്പം തന്നെ പോലീസ് ഏരിയ കോർഡൺ ഓഫ് ചെയ്തു. ഒറ്റ ഒരു വ്യക്തി, ഇൻക്ലൂഡിങ് ഓൾ ദ ജേർണലിസ്റ്റ്, they were cordoned off. But understanding the significance of breaking the news in PTI, Rangaraj broke the cordon and came out. അത് മൂപ്പനാറിൻ്റെ അടുത്ത്, GK മൂപ്പനാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് രംഗരാജ് പറഞ്ഞു, ഇത് നമുക്ക് വാർത്ത വൈകിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ കുടുങ്ങിപ്പോയാൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റാതായി പോവും, അതുകൊണ്ട് ഞാൻ സ്ഥലം വിടട്ടെ. ആഫ്റ്റർ കൺഫേമിങ് ദാറ്റ് ഇറ്റ് വാസ് രാജീവ് ഗാന്ധി ഹു ഡൈഡ്. അത് രംഗരാജും GK മൂപ്പനാറും കൂടിയാണ് രാജീവ് ഗാന്ധിൻ്റെ ആ ഹ്യൂമൻ ബോംബ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഈ ബോംബ് സ്ട്രെയിറ്റ് വെൻ ടു രാജീവ് ഗാന്ധീസ് ഫേസ് ആൻഡ് രാജീവ് ഗാന്ധി ഫെൽ ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഇങ്ങനെയാണ് വീഴുന്നത് രാജീവ് ഗാന്ധി. അപ്പോൾ ബാക്ക് സൈഡ് തല കഷണ്ടി, രാജീവ് ഗാന്ധിയുടെ ഒരു ചെറിയ കഷണ്ടി അത് വെച്ചിട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ ട്രഡീഷണൽ അറ്റയർ ആൻഡ് ദിസ് യുണീക്ക് ക്യാൻവാസ് ഷൂസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ആ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ ഈ മുഖം കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ മൂപ്പനാറും രംഗരാജും കൂടി ആ ബോഡി അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ഒരു ഹോളാണ് ഇവിടെ, മൂക്കില്ല, കണ്ണില്ല, ഒന്നുമില്ല. ബിക്കോസ് അതിൻ്റെ ഇമ്പാക്റ്റ്, ബോംബിൻ്റെ ഇമ്പാക്റ്റ് രാജീവ് ഗാന്ധിൻ്റെ മുഖത്തിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പിച്ചിട്ട് രാജീവ് ഗാന്ധിൻ്റെ ന്യൂസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി രംഗരാജ് സ്ഥലം വിട്ടു. സ്ഥലം വിട്ടിട്ട് ശ്രീപെരുമ്പത്തൂർ പോലെ ഒരു റിമോട്ട് പ്ലേസിലിരുന്ന് സിറ്റിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോക്ക്. ദർ വെർ നോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ എന്തോ ഒരു ലോറിയൊക്കെ പിടിച്ച്, ലോറിക്കാരനോട് സത്യം പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവം എന്താണെന്നൊന്നും പറയാതെ സിറ്റി ലിമിറ്റ്സിൽ ഇറക്കി വിടാൻ പറഞ്ഞ്, പിന്നെ അവിടെ നിന്ന് എങ്ങനെയോ PTI ഓഫീസിൽ അധികം വൈകാതെ 10:20 ഈ സംഭവം. 11 മണിക്കൊക്കെ എങ്ങനെയോ he tried to make it, and the meanwhile he telephoned our office and he just asked us to give one line news saying that Rajiv Gandhi assassinated. ഇത് മാത്രം പറഞ്ഞിട്ട് പെട്ടെന്ന് കൊടുക്കണേ, വൈകിക്കരുത്, ബാക്കി ഞാൻ അവിടെ വന്ന് തരാമെന്ന് പറഞ്ഞു അദ്ദേഹം ഫോൺ കട്ടാക്കിയതാണ്. യെസ്, ഫസ്റ്റ് മെസ്സേജ് വിത്തിൻ maybe half an hour of the incident took place. That is, he took time to confirm, come out of the area, catch hold of a lorry, come to the city limits, identify an STD booth. അന്ന് അങ്ങനത്തെ സമയമല്ലോ. ഒരു STD ബൂത്ത് കണ്ടെത്തി അവിടെ നിന്ന് വിളിച്ച് ബാക്കി ഞാൻ അവിടെ വന്നിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് കട്ടാക്കി. അപ്പോൾ we were all in dilemma how to do it. So we called our regional manager, late Bhaskar Menon sir, and his only question was, were you sure that it was Rangaraj on the line? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ന്യൂസ് കൊടുത്തോളൂ. അതെ, വോയിസ് അദ്ദേഹത്തിൻ്റെ തന്നെ നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, ആണെങ്കിൽ കൊടുത്തോളൂ. അല്ലെങ്കിൽ വി ആർ ഇൻവൈറ്റിംഗ് എ ഹ്യൂജ് ട്രബിളിനും ഒരു കോഷൻ. ബിക്കോസ് സീനിയേഴ്സ് ഓൾവേസ് നോ, ട്രൈ ടു റീകൺഫേം. PTIൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. വി ഓൾവേസ് ട്രൈ ടു റീകൺഫേം. സോ ദാറ്റ് ക്വസ്റ്റ്യൻ പുട്ട് us in a dilemma. Then we were dead sure that it was only Rangaraj, it could not be anyone else. And therefore the news was given in a flash. It went to all the subscribers of PTI, more than some 3,000 subscribers, including newspapers, news capsules that hotels were having, the chief ministers, governors, ministers, prime minister's house, ellarku etti news. Appo you can imagine what would have been the follow-up. We were started getting calls from almost all the news agency newspapers in the world. Let it be Kyodo of Japan, Xinhua of China, Reuters from the UK, the AP from USA. Almost all news agencies started calling the Chennai PTI office. And we had a very tough time handling the phone calls. Because not only they wanted to confirm, is Rajiv Gandhi dead? They wanted to know how it happened. And we were not in a position to explain. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ആള് വരണ്ടേ. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ടഫ് ടൈം. അപ്പോൾ ആ ഒരു മണിക്കൂർ അദ്ദേഹം ഞങ്ങളുടെ ഓഫീസിൽ വന്ന് എത്തിപ്പെടുന്നവരെ വി വർ കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഭയങ്കര ടെൻഷനായിരുന്നു. സത്യം പറയണമെങ്കിൽ പത്രപ്രവർത്തനത്തിൽ ഇങ്ങനെയും ഒരു മൊമെൻ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ഫസ്റ്റ് ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു എനിക്ക്. Because I had hardly put in 5-6 years of service in PTI at that time. So for me it was a major news. Okay, although I know the intricacies involved in reporting and editing, but that was a major exercise for all of us. Not only me, our senior sub-editor Anantha Narayanan, who handled it so well, and the other seniors in transmission department who gave us confidence. എല്ലാം അങ്ങനെ ഒരു ടീം വർക്കായിട്ട് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു.
പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി എന്ന് പറയുന്ന പോലെ കൊല്ലങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കാര്യങ്ങൾ അന്വേഷണമൊക്കെ രംഗരാജ് അദ്ദേഹത്തിൻ്റെ ഒരു കൊലീഗും കൂടി വളരെ ഭംഗിയായിട്ട് PTA വേണ്ടി ചെയ്തു. അപ്പോൾ രാജീവ് ഗാന്ധി അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പറ്റുന്നത് രംഗരാജ ന്യൂസ് ബ്രേക്ക് ചെയ്തതും PTA ഞങ്ങളത് അങ്ങോട്ട് സക്സസ്ഫുള്ളായിട്ട് എത്തിച്ചതും ആൻഡ് എവറിത്തിങ് വാസ് ഡൺ ഇൻ എ വെരി വെരി പ്രൊഫഷണൽ മാനർ. അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഇപ്പോൾ സാറ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു സാറ് മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഒരുപാട് കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ആളാണ്. ഈ കുട്ടികളിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു അക്രമവാസന, അത് നമ്മുടെ ഇപ്പോഴത്തെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുന്നത്? Yeah, see, thank you. Nice question because today it has a lot of relevance. I should say it was by accident. ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെ ആയത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. I was working as an editor for a national magazine run by a CBSE school administration. അപ്പോൾ അങ്ങനെ അവരൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോട്ടിവേഷൻ സെൻറ്റർ തുടങ്ങി. I was associated with that also. It is there that I started developing kind of an attachment towards these activities. Then I also joined the team, the training team. Yes, I really found it very useful. And children, as you rightly asked, not only in Kerala, why only Kerala, wherever you go, our children, yes, we feel that so many good things are missing in them. മോട്ടിവേഷൻ കൊണ്ട് ഇങ്ങനെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം അക്രമവാസനകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന രീതിയിലാണോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും. See, the problem is ഇന്ന് കുട്ടികൾ ലെസ് എക്സ്പ്രസീവ് ആണ്. യു ക്യാൻ മേക്ക് ഇറ്റ് ഔട്ട് വെരി ഈസിലി. പണ്ട് പോലെയല്ല, അവർക്ക് പുറമെ എന്തോ പറയണമെന്ന് തോന്നലുണ്ടാവും, പക്ഷെ അവർക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ they are more agitated also. That is another problem. Okay, പെട്ടെന്ന് ചൂടാവുന്ന ആ നേച്ചറോട് വന്ന് അധികം കൂടി എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. എ മെജോറിറ്റി ഓഫ് ദ ചിൽഡ്രൻ ഗ്രോയിങ് ഇൻ ഡിഫറെൻറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, they come across this serious problem. Less expressive. They don't talk to their colleagues in the classroom, limit their movements. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ എൻ്റെ ക്ലാസ്സിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണൻ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലുള്ള എല്ലാവർക്കും എന്നെ അറിയുമായിരുന്നു. നോട്ട് ഓൺലി ഇൻ മൈ യെസ്, ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, ഈവൻ വിത്തിൻ ദ ക്ലാസ് റൂം ദേ ഡോണ്ട് മേക്ക് ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ ഈസിലി ഗെറ്റ് അജിറ്റേറ്റഡ്, ലൂസ് ദെയർ കൂൾ വെരി ഈസിലി. അപ്പോൾ മോട്ടിവേഷൻ അവിടെയാണ് അവരെ സഹായിക്കുന്നത്. And another area where motivation helps them is they are very poor when it comes to language. English loka nammal nokkiyal evideyo something is missing in them. They are not able to coordinate things as they deserve to be found wanting in most of the areas. അത് ഒക്കെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് മോട്ടിവേഷനിൽ നമുക്കത് നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു 300-400ഓളം സ്കൂളുകളിൽ കയറി വന്ന ആളാണ് ഞാൻ. Yes, all over the country. I have my own motivation center, IAIMS Motivation Center in Calicut in the city. And I continue to do it. I visit many schools, Bharatiya Vidya Bhavan in Kerala, many units, MES ന്റെ ഒരുപാട് യൂണിറ്റ്സ്. അങ്ങനെ കേരളത്തിൻ്റെ പുറമെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഗോവ, many places, Maharashtra. And the problem is the same. That's what I say. കേരളത്തിൽ ഒന്ന് പറയാം എനിക്ക്, കുട്ടികൾ ഇവിടെ knowledge wise we are at least a couple of decades ahead of others. ബാക്കി ഇപ്പോൾ ബീഹാറോ അല്ലെങ്കിൽ മഹാരാഷ്ട്രവോ UP നോക്കുമ്പോൾ നമ്മൾ എവിടെയോ ആണ് മുന്നോട്ട് പോയി കഴിഞ്ഞു നോളജിലും അതിലൊക്കെ. പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ കുറവാണ്. ഇവിടുത്തെ കുട്ടികളോട് സംസാരിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് പറ്റില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, സൗത്ത് ഇന്ത്യയിൽ തന്നെ, ലൈക്ക് എ ചൈൽഡ് ഡസ് ഇറ്റ് ഇൻ കർണാടക or തമിഴ്നാടു, വി കാൺ സീ അവർ ചിൽഡ്രൻ കമ്മിങ് ഫോർവേഡ് ടു attempt anything. ഒരു റിസ്ക് ഇൻവോൾവ്, അതൊക്കെ ഒരുപാട് ഉണ്ട്. അതാണ് ഞാൻ കേരളത്തിൽ അധികം ഫോക്കസ് ചെയ്യുന്നത്. അതർവൈസ് ഇഫ് യു ഗോ ബൈ നോളജ് ആൻഡ് അതർ തിങ്സ് വി ആർ ഫാർ അഹെഡ് ഓഫ് അതേഴ്സ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് മാധ്യമരംഗത്തുള്ള ഒരാളാണ്. ഒരു വലിയ ലെങ്തി പീരീഡ് കടന്നു വന്നതാണ്. പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൊളിറ്റിക്കൽ ഡ്രാമാസ് കണ്ടിട്ടുണ്ടാവും, വിവിധ ഗവൺമെൻറ്റുകളെ, പൊളിറ്റീഷ്യൻസിനൊക്കെ. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 10 year കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും അതൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കണ്ടിന്യൂറ്റി ഒരു ടൈപ്പിൽ ഒരു ഗ്രോത്തിലേക്കാണോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മൊണോപ്പൊളിയിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ആസ് എ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ സാർ
Yeah, very tough question because no, I keep myself away from politics when I think I am a journalist. I get into serious politics when I am out of journalism. I divide myself into two. Okay. I am also a human being, but as a journalist, we can't take sides and we are not supposed to. We call journalism to be the cornerstone of democracy. അപ്പോൾ നമ്മളത് ആ ബഹുമാനം നമുക്ക് എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനോട് വേണം. So I give a lot of respect for the ethical values of journalism. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് see why democracy is so successful in India. The simple answer is we are an elected government at every stage. Yes. പഞ്ചായത്ത് ലെവൽ തുടങ്ങി പ്രൈം മിനിസ്റ്റർ വരെ നമ്മൾ എലക്റ്റഡ് ആണ് എല്ലാവരും അല്ലേ? അല്ലാതെ കൈ പൊന്തിച്ചിട്ടോ ഇല്ലെങ്കിൽ ആൾക്കാരുടെ മാൻ പവർ നോക്കിയിട്ടല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എനിവൻ whoever is elected, Congress was ruling India for long years, isn't it? So now the present dispensation under Shri Narendra Modi, they have been ruling for some time now. And people perhaps have been liking the way things are going on. That is why this government has been able to sustain. Yes. And the next elections will go on to show whether this rule will continue for another 5 years. Okay? It's all in the hands of the people. That's why we value democracy so much. So even in Kerala, that's what I would say. You do good things, you get good results. Okay? You don't try to be too smart, because people realize, they identify you very easily. People are smart enough for all the... തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെ അല്ലല്ലോ കാര്യം. അതെ അതെ അതെ, നമ്മൾ എത്ര ഇലക്ഷൻസിൽ കണ്ടിട്ടുണ്ട് അത് അല്ലേ? എമർജൻസി വന്നു, ഇന്ദിരാഗാന്ധി പോയി അല്ലേ? അത്രേ ഉള്ളൂ. യെസ് യെസ് യെസ്. സോ there were days, ഇന്ദിര ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ സ്ലോഗൻ ഈ ചെവിയെ കൊണ്ട് ഞാൻ കേട്ട വളർന്ന ആളാണ് ഞാൻ. ഇന്ദിര ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല, ഇന്ദിര ഇല്ലാതായി ഇന്ത്യ ഉണ്ട് അല്ല. ആരുടെ ഓരോ വ്യക്തിന്റെ പേരിൽ അല്ല കൺട്രിன்றതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു സെയിം തിങ് ചേഞ്ചസ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. ഓക്കെ, ഇൻഡിവിജ്വൽസ് മാറ്റർ വെരി ലിറ്റിൽ അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അത് രാഷ്ട്രീയത്തിലെ പ്രത്യേകം രാഷ്ട്രീയം നടത്തുന്നവർ മനസ്സിലാക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ട് കുറവാണ്. അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് സോ ഹാപ്പൻസ് തിങ്സ് ഗോ ഔട്ട് ഓഫ് അവർ ഹാൻഡ്സ് ആൻഡ് ദെയർ ജേർണലിസ്റ്റ് ഹാവ് എ ബിഗ് റോൾ ടു പ്ലേ. അത് ഞാൻ പറയും. നമുക്ക് അവിടെ നമ്മളുടെ പെന്നിൻ്റെ ശക്തി ഒരു സൈഡ് ലീൻ ചെയ്യാതെ, ഫേവറിറ്റിസത്തിലൊന്നും പോയി കുടുങ്ങാതെ, we will have to protect the core values of democracy like accuracy, fair reporting. അതിനൊക്കെ അവിടെയാണ് നമുക്ക് പ്രാധാന്യം നമുക്ക് വരുന്നത്. So only because I like one particular party, I am not supposed to lean towards them in my reporting or my writing. അതൊക്കെ നമുക്ക് ജേർണലിസ്റ്റ് അവിടെയാണ് ഒരു ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യേണ്ടത്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് കൃത്യമായ രാഷ്ട്രീയമില്ലാതെ നിലനിൽക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അത് അഗെയിൻ ഇന്ന് നിങ്ങൾ പറയോ, ഏതെങ്കിലും ഒരു പത്രം പറയോ, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫേവറായിട്ട് ഇല്ലാതെ ഒരു പത്രത്തിന്റെ പേര് നിങ്ങൾ എനിക്ക് പറയാൻ പറ്റുമോ? ഏത് ഒരു ചാനൽ ആയാലും. യെസ്, ബട്ട് സ്റ്റിൽ വാട്ട് ഐ ആം ടെല്ലിംഗ് ഇസ് ദാറ്റ്സ് വാട്ട് ഐ സെഡ്. സി വെൻ ഐ ആം നോട്ട് എ ജേർണലിസ്റ്റ്, ഐ ടു ഹാവ് എ പൊളിറ്റിക്കൽ പാർട്ടി വിത്ത് വിച്ച് ഐ വുഡ് ലൈക്ക് ടു അലൈൻ. അല്ല, because I want that political party to be there in power so that the country flourishes. അതാണ് എൻ്റെ ഇൻറ്റൻഷൻ. ഓക്കെ, ഇപ്പോൾ എനിക്കതിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ വേണ്ടിയല്ല. See, we are all in some way directly or indirectly contributing for the welfare of this great country. Nation is the first thing. Yes, and watchdogs. നമ്മളൊക്കെ എന്താ ജേർണലിസ്റ്റിൽ ഇൻവോൾവ് എല്ലാവരും we are all watchdogs എന്ന് പറയാൻ കാരണം നമ്മൾ ഇത്രയും കാര്യമായിട്ട് നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. Therefore, as journalists, we have the role that we have to play is to ensure whatever happens, you have to report as it is. rather than തെറ്റ് സംഭവിക്കുമ്പോൾ അത് വളച്ചൊടിച്ച് അത് ശരിയാണെന്ന് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വൈസ് വെർസ, നല്ലത് തെറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ അതൊക്കെ തെറ്റാണ്. സോ ജേർണലിസം ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ആഫ്റ്റർ സോഷ്യൽ മീഡിയാസ് ഡോമിനേഷൻ, മിസ്ഇൻഫർമേഷൻ, ഫേക്ക് നറേറ്റീവ്സ് ഒക്കെ ഒരുപാട് കയറി വന്ന് കഴിഞ്ഞ ഒരു സമയമാണ്. അവിടെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കണം. ദാറ്റ് ഈസ് വാട്ട്. ഇപ്പോൾ ഫേക്ക് ഫാക്ട് ചെക്കിങ് ഈ നറേറ്റീവ്സിൻ്റെ ഒക്കെ സമയം ഈവൻ PTA ഓൾസോ അവരുടെ വെബ്സൈറ്റിൽ അതിന്
സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷൻ ആക്കിയിട്ടുണ്ട്. അത്രയും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൂടിയിട്ടുണ്ട്. അതിൽ നല്ല വാർത്തകളും തെറ്റായ വാർത്തകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് AI കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു AI കടന്നു വരുന്ന സമയത്ത് അത് എത്രത്തോളം അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു ത്രെട്ടായിട്ട് മാറുന്നത് എങ്ങനെയാണ്? And how you look at it, no one expected 5 years before that artificial intelligence will come to stay like this. പല മാറ്റങ്ങൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. But AI has come to stay because it's slowly taking on every field, അല്ലേ? ആർട്സ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, കയറാത്ത മേഖലയില്ല. സോ ജേർണലിസം ക്യാൻ ബി നോ എക്സെപ്ഷൻ. മീഡിയ വേൾഡിലും അതിൻ്റെ ഒരു ആധിപത്യം ഉണ്ടാവും. നമുക്കത് വെൽക്കം ചെയ്തേ പറ്റും. Okay, it has its own advantages. Yes, that's all. So now the problem is how to have a balance. അത്രയേ ഉള്ളൂ. So journalists cannot totally rely on AI for everything that they do. അല്ലേ? നമുക്ക് നമ്മളുടേതായ ഒരു ഫങ്ഷനിങ്, ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ, അതൊക്കെ നമുക്ക് നമ്മളുടേതായ ഉണ്ടാവും. ബട്ട് AI comes to play a critical role which you cannot deny. And that kind of a role is likely to increase only in the days to come. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതുപോലെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ നമുക്ക് വേണ്ടി വരും. ബിക്കോസ് see, in 10 years from now, I don't know how journalism is going to take shape. In another 10 years from now, AI can be replaced by something else, artificial intelligence. Yes, so we must get ready for that. We cannot run away from our responsibilities. At the same time, we should see to that the real interests of journalism are not compromised. അത്രേ ഉള്ളൂ. അതിന്റെ ഒരു പാഷൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ. Yes. ഇപ്പോൾ സാറ് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോടാണ് ജീവിക്കുന്നത്. ഒരു തമിഴ്നാട് ടു കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് അതിന് ട്രഡീഷണലി ചേഞ്ച് വലിയ ഞാൻ ജനിച്ചത് കേരളത്തിലായതുകൊണ്ട് എനിക്ക് അത് എൻ്റെ ബ്ലഡിൽ ഉണ്ടാവുമെന്ന് പറയാമല്ലോ. അത് ഉണ്ട്. മേ ബി ഫേറ്റ് ഹാസ് ബ്രോട്ട് മീ ബാക്ക് ടു കേരള only to help me live my second innings, okay, in this beautiful state. No doubt about it. And I have been all over the country. അതുകൊണ്ട് എനിക്ക് കേരള, തമിഴ്നാട്, എൻ്റെ മണ്ണിൻ്റെ മണം, ഏത് മണ്ണ് മണത്താലും എനിക്ക് ഇന്ത്യ, ഭാരത മണ്ണ് മാത്രം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ഐ ഹാവ് ദറ്റ് നാഷണൽ പെർസ്പെക്റ്റീവ് ഇൻ മീ ആൻഡ് എവറി PTA ജേർണലിസ്റ്റ് ഇസ് സപ്പോസ് ടു ഹാവ് ദറ്റ്. ഞങ്ങൾക്ക് ലോക്കൽ ഔട്ട്ലുക്ക് വളരെ കുറവാണ്. ഞങ്ങൾ എന്ത് നോക്കുമ്പോൾ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിലേ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ യെസ്, when I am in Tamil Nadu, yes, I like those things that happen there. If I am in Maharashtra, yes, I am more a Marathi. So I change myself, adapt to that. No cutting south, bridging south. Nothing. Yes. One nation എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വലിയ രീതിയിൽ അച്ചീവ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചോദിച്ച പോലെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുന്ന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന അച്ചീവ്മെന്റ്സ്. ഇപ്പോൾ ഈവൻ UPI ഓവർകം ചെയ്യുന്നു, BCI ഓവർകം ചെയ്യുന്നു, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേബിളായിട്ട് കടന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ലീഡർഷിപ്പിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? Yes, it's a very useful question in the present situation. Leadership matters, everywhere. Okay, wherever we are. When I lead a team, I am supposed to take responsibility for both the good and bad that happens in my institution. Yes or no? I cannot take credit only for the good things and leave all the bad things on the shoulders of my subordinates. That's not the right way of leading things. And to lead a country like India for 10 long years and getting into ready for another term in such a confused state of affairs, that is what we will have to look into. ഓക്കെ, ഇന്ന് ഇന്ത്യ പോലെ ഒരു കൺട്രി ഇത്രയും കാലം നിന്ന് ഭരിക്കണമെങ്കിൽ പോലും യു സി ഇറ്റ്സ് വെരി ഹാർഡ് ടു ഇമാജിൻ ഹൗ ഇറ്റ് ക്യാൻ ഹാപ്പൻ. ആൻഡ് യു ഹാവ് ടു നോട്ട് ഓൺലി എൻഷുർ ദറ്റ് ദ കൺട്രി വർക്ക്സ് വെൽ, മൂവ്സ് അഹെഡ് വെൽ domestically. See, the international relationships that you go on to establish, how you project your country at the global level, all these things are happening successfully under this leadership. So I will join those who feel that yes, India has been marching ahead with great strides. You name any field, a space where നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമ്മൾ അവിടെ ഉണ്ട്.
Okay. ഏത് മേഖലയായാലും Yes, we are there. We are very much there. The whole world looks at India with pride today. That is what makes every Indian feel very proud. Very proud. Okay. And those achievements that are happening during the last 10 years, I only wish they continue at the same speed in the coming years and take our country further ahead. Okay. വളരെ തിരക്ക് പിടിച്ച ഈ ഒരു ലൈഫിൽ ഒരു ജേർണലിസ്റ്റ് ആവുന്ന സമയത്ത് വാർത്തകൾ തിരയുന്ന ആളാണ്, വാർത്തകൾ പിന്നാലെ തന്നെയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് സാധാരണ പോലെ ഒരു പത്രം എടുത്ത് രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ട് പത്രം വായിക്കുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ളൊരു വീട്ടുകാരനാണോ? എങ്ങനെയാണ് സാർ ഇന്നത്തെ കാലത്തും വാർത്തകൾ അറിയാൻ ശ്രമിക്കുന്നത്? ജേർണലിസ്റ്റ് ആയിട്ടും ഒരു പേഴ്സണൽ ലൈഫ് ലീഡ് ചെയ്യുന്ന രീതിയിൽ നിന്നുകൊണ്ട് പറയണമെങ്കിൽ, ഒരു ജേർണലിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വാർത്തയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. സത്യം അതാണ്. നാളെ നിങ്ങൾ ജേർണലിസം തന്നെ വേണ്ടാന്ന് വെച്ച് ഒരു ബിസിനസ്മാൻ ആയിട്ട് പോയി വേറെ മേഖലയിൽ കയറിയാലും, നമ്മൾ ജേർണലിസ്റ്റ് ആയിരുന്നു ഒരു സത്യസന്ധനായ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ആ വാർത്തയോടുള്ള സ്നേഹം ഒരിക്കലും പോവില്ല. വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്, ഐ കണ്ടിന്യൂ ടു ടീച്ച് ഇൻ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് Magcom, the Calicut Press Club. And in addition to the motivational activities that I do for students, teachers in schools, so it keeps me going. ഇത്രയും പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. I even I've recently started a tuition center. My wife, all being an educationist, we do so many things together, but the ultimate happiness I derive is when I consider myself to be a journalist. Santosham, because we know that we try to do something for the society. അത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല, മനസ്സിലാവില്ല. അപ്പം ഞാനൊരു 10 കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ I always try to, whatever is there in me, I try to take it to the other side, and that gives a lot of satisfaction. പത്രം വായിക്കുന്നതിനല്ല, 18 പത്രം വായിക്കും ഞാൻ ഒരു ദിവസം. ഇന്നും ഇപ്പോൾ ഓൺലൈനായിട്ട് ഇന്ത്യയിലുള്ള പത്രങ്ങൾ മാത്രമല്ല, പാകിസ്ഥാനിലുള്ള ഡോൺ, പാകിസ്ഥാനിലുള്ള പത്രങ്ങൾ വായിക്കാൻ ഒരുപാട് താല്പര്യമാണ്. ഇന്ത്യയെ കുറിച്ച് അവർ എന്തൊക്കെ കള്ളത്തനം എഴുതുന്നുണ്ടെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ സമയം നമ്മൾ പത്രം വായിച്ചതെക്കാട്ടിലും അവരുടെ പത്രം വായിച്ചതായിരുന്നു കൂടുതൽ. യെസ്, യെസ്. അതുപോലെ US-ലുള്ള ശ്രീലങ്കൻ ടൈംസ്, ശ്രീലങ്ക, I read as many papers as possible, and every journalist should do that, so that you get a very, very wide perspective of how things get reported across the globe. That is very important. സാറ് ഒരുപാട് സ്പെഷ്യൽ പേഴ്സൺസിനെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിനൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാണുന്ന സമയത്ത് ഏറ്റവും മറക്കാനാവാത്ത, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, നമ്മളിപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ഉണ്ടായിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരിക്കും? Yeah, there are few unforgettable moments. The biggest, if you ask me to rate, I'm an ardent cricket fan. Yes. Okay. Cricket കളിച്ചിട്ടുമുണ്ട് സ്കൂളിൽ, കോളേജ് ലെവലിൽ വരെ. ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അന്ന് ഇന്ത്യയിൽ ഒരു അക്സെപ്റ്റ് ചെയ്ത ഒരു സ്പോർട്ട് ക്രിക്കറ്റ് ആയിരുന്നു. ഇന്ന് ടുഡേ വി ഹാവ് സോ മെനി അതർ സ്പോർട്സ്. So I remember those days when I used to listen to the cricket commentary on the radio. Okay, early morning, 4 o'clock we used to get up, to listen to the commentary. Okay, when Sunil Gavaskar started playing for India, those days Bishan Singh Bedi. So all over the world, cricket വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു. Sachin Tendulkar, ഒരു unforgettable personality, walked into the world of Indian cricket, and he created a yes, ഒരു ഇന്ന് വരെ, although he left cricket many years before, he continues to be treated as the thorough gentleman cricketer of Indian cricket. And I got the opportunity to cover one of his major programs in Chennai. അതും ബൈ ആക്സിഡൻ്റ് ആയിരുന്നു. അന്ന് ഞങ്ങളുടെ സ്പോർട്സ് ചീഫ് മിസ്റ്റർ ഈശ്വർ ലീവിലായിരുന്നു. So I got the opportunity to go and cover the program in Taj Coromandel Hotel in Chennai, where Sachin was hardly 17 years. And he was flanked by today's leading commentator Ravi Shastri, former Indian captain Krishnamachari Srikanth. And, yes, a galaxy of cricketers. And my eyes were fixed on Sachin. I was just watching at him, and so I wanted to make use of the opportunity to talk to him. I waited. After the function was over, I could talk to him. I tell you, I was wondering how this boy
who could not even express himself properly in communication. He was not, that time. yes, as a 17-year-old, Sachin was just growing, just seeing things for himself. And in Sachin Kanambo, the vast difference, okay. Yes, yes. ഞാൻ പല മോട്ടിവേഷണൽ ക്ലാസ്സിൽ ഇത് പറയും കുട്ടികൾ when they struggle to speak, no, mostly Sachin used to speak with the filler words, yeah, no, I still remember. And today his English so supreme, like I used to tell people around me that he is not only an example for people who like cricket, who wish to lead a good life. Sachin is an example for everyone. Okay, that is one unforgettable experience. I have so many other moments to share. Time may not permit. അതെ, സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് സാറിനെ പോലുള്ള ഒരാളെ നിർത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറവ് അതിന് ബാധിക്കുന്നുണ്ട്. സാറിൻ്റെ ഫാമിലിയെ പറ്റി കൂടെ പറഞ്ഞിട്ട് നമുക്ക് my wife, we live in a joint family. അതും ഇന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. We are 9 members together. My wife was the headmistress of a government school in Calicut. As I told you, we together started this tuition venture. High aims. Yes, high aims, and motivation and education together, hand in glove. I am able to help a large number of children from time to time, year after year, successfully. And she is proving a great support for me. And life is going on smoothly for us. Okay, I am past 60. I am enjoying my life, and I try to keep myself fit for the situation. And I know we have a commitment towards the society, and in whichever way we can do that. Journalism starting, yes, I believe I will be there all the times whenever my support is expected in any form. This is what. Thank you, sir. Thank you. ഇത്രയും സമയം സാറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും നമ്മളോടൊപ്പം സംവദിക്കാനൊക്കെ അവസരം തന്നതിനും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായതിനൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. Thank you so much.